എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരനായ സലിം കുമാറിൻ്റെ ആ വേർപാട് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഷോക്കായി പോയായിരുന്നു. കാര്യം വെച്ചാൽ അദ്ദേഹത്തിന് സുഖമില്ലാന്നറിയാം, എങ്കിലും നമുക്ക് പെട്ടെന്ന് ഓരോ കലാകാരന്മാരും ഈ ലോകത്തുനിന്ന് പോകുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു നമ്മുടെ വീട്ടിലൊരാൾ നഷ്ടപ്പെട്ട കാര്യം നമ്മളിത് എപ്പോഴും ഇവരൊക്കെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടായിരിക്കാം അവരുടെ വേർപാട് പെട്ടെന്ന് നമുക്കൊരു വിഷമം പോലെ വരും. നമുക്കത് എന്നെപ്പോലെ എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഉള്ളവരൊന്ന് ലൈക്ക് ചെയ്യുക. കാര്യം എന്നു വെച്ചാൽ വല്ലാത്തൊരു ഫീലിങ്സ് തന്നെ കേട്ടോ. കാര്യം ഒത്തിരി പേര് KPCലത് ചേച്ചി ഇവരൊക്കെ പോയപ്പോഴത്തേക്കുണ്ടല്ലോ ഇനി ഇവർക്കൊക്കെ പകരം ആരെന്നുള്ളൊരു ചിന്ത പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് വരും. അവരെപ്പോലും അഭിനയിക്കുന്നവരൊന്നും ഇനി വരുമെന്ന് തന്നെ അറിയില്ല. സുകുമാരി ചേച്ചി, കവിർപ്പന ചേച്ചി, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇവരെല്ലാം നമുക്ക് ഇവർക്കൊക്കെ പകരമായിട്ട് ഇനി ആരും നമുക്ക് ഒരു വെട്ടുപഴച്ച് ആരെങ്കിലുമൊക്കെ വന്നെങ്കിലായി അത്രയേ ഉള്ളൂ. നമ്മൾ ഈ കലാകാരന്മാരെല്ലാം നമ്മളുണ്ടല്ലോ ഒരു നോക്ക് കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളവരാണ്, ഇല്ലെന്ന് പറയുന്നില്ല, എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ ഇവരുടെയൊക്കെ വേർപാടിൻ്റെ സമയത്ത് ചെന്ന് കാണിച്ചു കൂട്ടുന്ന ഒരുപാട് തോന്നിവാസങ്ങളുണ്ട് അവിടെ ചെന്ന് വെച്ചാൽ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ വീട്ടിൽ ഒരു മരണം നടന്നു, നമ്മുടെ വീട്ടിൽ വരുന്നവർ മൊത്തം ചിരിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ ഈ മരണം അവർ ആസ്വദിക്കാൻ വരുന്ന അല്ലെങ്കിൽ ആഘോഷിക്കാൻ വരുന്നതാണോ? അവിടെ വരുന്നവർ ഒരു 30% ആൾക്കാരും അല്ലെങ്കിൽ ഒരു 10% ഉള്ളൂ ആ ഒരു മനുഷ്യനെ ഒരു അവസാന നിമിഷം ഒന്ന് കാണാമെന്ന് പറഞ്ഞ് വരുന്നവർ. അല്ലാതെ വരുന്നവരെല്ലാം ലക്ഷ്യം അവിടെ വരുന്ന മറ്റ് ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. ഒരുമാതിരി കഴുകന്മാരെ പോലെയാണ് ഇതൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. ഒരു ശകലം പോലെ ഒരു ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ആര് വരുന്നോ ആരെ കൂടെ നിർത്തി ഫോട്ടോ എടുക്കാവോ എന്നുള്ളൊരു മൈൻഡാണ് ഇവർക്കൊക്കെ. ഇവരൊക്കെ അല്ലാതെ എവിടെയെല്ലാം വെച്ച് നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾക്ക് എടുത്തുകൂടെ? പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ സ്വരാജ് വെഞ്ഞാറമൂട് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അനിയൻ ഒരു ആക്സിഡൻറ്റിൽ, നമ്മുടെ നോബിയൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമിന് പോയിട്ട് വന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹം നഷ്ടപ്പെട്ടു അനിയൻ. ഈ കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞ ഒരു കോമഡി പരിപാടി ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റ്, അതിനകത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവരത് ടീമായിട്ട് വർക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പം ആ കൂടപ്പിറപ്പാണ്, അവർ ചേട്ടത്തി എനിക്ക് മക്കളോ അങ്ങനെ എന്നതാണ് ആ കൂടപ്പിറപ്പാണ്. ആ അദ്ദേഹത്തിൻ്റെ ബോഡി എടുക്കാനായിട്ട് അവിടെ ചെന്ന് മോർച്ചറിയുടെ വാതിക്കെ നിൽക്കുമായിരുന്നുണ്ട്. അന്നേരം ഒരുത്തം വന്നേച്ച് പറയുന്നു, ഏതെങ്കിലും ഒരു സിനിമാ നടനെ അനുകരിക്കാമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമഡി. അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ ഓർക്കണം. സ്വന്തം കൂടപ്പിറപ്പിനെ മോർച്ചറിയിൽ നിന്ന് എടുക്കാനായിട്ട് പോയി നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് അത്. അദ്ദേഹം പറയാം, മലയാളികൾക്ക് ഇത്രയും വിവരമില്ലാത്ത മനുഷ്യരെന്നുള്ളത് അന്നേരമാണ് മനസ്സിലായത്. മലയാളികളെ മൊത്തത്തിൽ പറയുന്നില്ല, കുറേ എണ്ണങ്ങളുണ്ട് ഈ ഒരു കോലങ്കെട്ടലിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. എന്നതൊരു രസം ഒന്നത് എന്നറിയോ, ഈ ഒരു സിറ്റുവേഷനിൽ ഇവരാരും ഒന്നും ഒച്ച വെച്ച് സംസാരിക്കത്തില്ല. കാര്യം എന്നു വെച്ചാൽ അവിടെ ഒരു മരണം നടന്നേക്കുന്ന സ്ഥലം അവരുടെ കൂടപ്പിറപ്പിനെ പോലെ നടക്കുന്ന ഒരാളാണ് വേർവിട്ട് പോയിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ ഉള്ളിലെ വിഷമങ്ങളും ദേഷ്യമെല്ലാം അവർ കടിച്ചമർത്തത്തിലുള്ള ഒരു നിമിഷം. എന്നിട്ടാണ് അവർ നിന്ന് ഈ സഹിച്ച് നിന്ന് ഈ ഓരോന്നും കൊണ്ടുവന്ന് ഈ ഫോണും കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അവർ മൗനമായിട്ട് നിൽക്കുന്നത്. അത് മനസ്സിലാക്കാൻ പോലുള്ള ബോധമില്ലാതെ കുറേ എണ്ണങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, കുറേ എണ്ണങ്ങൾ. അതുപോലെ തന്നെ ഈ വരുന്നവരൊക്കെ ഉണ്ടല്ലോ ആ ഫോട്ടോ എടുക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പനോ അമ്മയൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടപ്പിറപ്പുകൾ എന്തെങ്കിലും സംഭവിച്ചാൽ, നിങ്ങൾ ഇതുപോലെ ഫോണും കൊണ്ട് നടന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാണ്ട് നിൽക്കുമോ? ഒരു ശകലം പോലും ഒരു വിവരമില്ലാത്ത കുറേ മനുഷ്യർ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞ ഒരു വീഡിയോ എടുക്കേണ്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ ഇതിനകത്ത് വരുന്ന കമൻറ്റുകളാണ് അതിനേക്കാളേറെ രസം. ആ കമൻറ്റുകൾ വായിക്കുമ്പോഴാണ് ആ നിൽക്കുന്നവർ അത്രയും പോലും വിവരമില്ലാത്ത കുറേ എണ്ണങ്ങളാണ് ഈ കമൻറ്റ് ഇടാൻ വന്നിരിക്കുന്നത്. ഇത്രയും മനുഷ്യർ മോശമാകാം. ഒരു മരണവീടാണ്, അവിടെ ചെന്നേച്ച് കാണിക്കുന്ന കോലങ്ങളാണ്. നിങ്ങളൊന്ന് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അവരാ നിൽക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അവർ ഒന്നാമത് മാനസികവും ശാരീരികവുമായിട്ട് നമ്മൾ തളർന്നിരിക്കുന്ന ഒരു സമയമാണ്. നമുക്കൊന്ന് നേരെ നിൽക്കാൻ പോലുള്ള കെപ്പ് കാണത്തില്ല. അത്രയും തകർന്ന് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ആ മകൻ അമ്മയെ ചേർത്ത് വിളിച്ച പുറകിൽ നിന്ന് തള്ളുവാണ്, മുന്നോട്ട് തള്ളുവാണ്. കാര്യം അവർക്കൊന്നും നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് സങ്കടങ്ങളും ഇതെല്ലായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് അറിയാതെ നമ്മൾ വയലൻ്റായി പോകും, നമ്മൾ ദേഷ്യപ്പെട്ട് പോകും ഇത് കാണുമ്പോഴത്തേക്ക്. അത്രയും ഇതായിട്ട് നിങ്ങൾ നോക്ക് ഇതിനകത്ത് കാണാം. നിങ്ങൾക്ക് എവിടെ തിരിഞ്ഞാലും ഇതുണ്ട്. എത്ര ക്യാമറയും ഫോണുമാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ നോക്കണം. എത്ര ക്യാമറയും കൊണ്ടാണ് ആൾക്കാർ നിൽക്കുന്നതെന്ന്. ഒരു മര്യാദ ഇല്ലാത്തൊരു നിപ്പാണ് നിൽക്കുന്നത്. എത്ര ക്യാമറയാണെന്ന് അറിയാം, ഫോണ് ക്യാമറ ഇതേ ഉള്ളൂ അവിടെ. അല്ലാതെ അവിടെ കാണാൻ വന്നേക്കുന്ന ആരാധകരോ മറ്റുള്ളവരോ ഒന്നും അല്ല അവർക്ക് ശല്യമായിട്ടുണ്ടാക്കുന്നത്. പിന്നെ അവിടെ വന്ന ആരാധകരോടോ അല്ലെങ്കിൽ അത് കാണാൻ വന്ന മറ്റു ആൾക്കാരോടോ അല്ല പയ്യൻ ദേഷ്യപ്പെട്ടേക്കുന്നത്. ഇതുപോലുള്ള ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. ഈ എന്നതാണ് ഇവന്മാർക്ക് കാണിക്കേണ്ടതെന്ന് അറിയത്തില്ല, അങ്ങനെ കിടന്ന് കാണിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അവരോടാണ് ദേഷ്യപ്പെട്ടേക്കുന്നത്. നമുക്ക് എന്നാലും ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടതിന് ശേഷം, നിങ്ങളത് കണ്ടല്ലോ, ആ ഒരു സിറ്റുവേഷൻ കണ്ടോ, അതുപോലെയാണ് തള്ളിയാണ് നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളാണെങ്കിലും ഒന്ന് അറിയാതെ ഒച്ചയെടുത്ത് പോകും. കാര്യം അവിടെ ഒരു ചടങ്ങാണ്, ഒരു കർമ്മമാണ് നടക്കുന്നത്. ആ ഒരു അവസാന നിമിഷത്തെ ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതിനുള്ള സാധനങ്ങൾ പോലും അങ്ങോട്ട് എത്തിക്കാൻ പറ്റാതെ അവർ കിടന്ന് ബുദ്ധിമുട്ടുവാണ് ഭയങ്കരമായിട്ടും. എന്നതുമാകാം എന്ന് ഇതിനെയൊക്കെ പറയുന്നൊരു മറുപടി എന്നറിയോ, നിന്നെയൊക്കെ വളർത്തി കലാകാരന്മാരൊക്കെ ശരിയാണ്, ഓഡിയൻസാണ് വളർത്തിക്കൊണ്ട് വന്നത്. ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ, ഈ വളർത്തിക്കൊണ്ട് വന്ന ഈ ഓഡിയൻസിനോട് ചോദിച്ചിട്ട് അഭിനയിക്കാൻ കഴിവില്ലാത്തൊരുത്തരെ നിങ്ങൾ വളർത്തിക്കൊണ്ട് വരുമോ? ഒരിക്കലുമില്ല. അദ്ദേഹത്തിന് കഴിവുള്ളതും കൂടെ കൊണ്ടാണ് അദ്ദേഹം വളർന്നു വന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾ അംഗീകരിച്ചത്. അല്ലാതെ കഴിവില്ലാതെ ഒരുത്തം വന്ന് കിടന്ന് എന്തെങ്കിലും കോലം കാണിച്ചാൽ ആരും അംഗീകരിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ കഴിവും കൂടെ ഉള്ളതുകൊണ്ടാണ് അംഗീകരിച്ചത്. ഇതിനകത്ത് വന്നിരിക്കുന്ന കമൻറ്റുകളൊക്കെ കേൾക്കണം. അദ്ദേഹം വായിക്കാനോ ഈ കാര്യം ഒന്ന് കണ്ടു നോക്കും നിങ്ങൾ കേട്ടോ.
ആ കർമ്മം ചെയ്യാനുള്ള സാധനങ്ങളാണ് ഓരോരുത്തരും കൈമാറുന്നത്. അവിടെ പോലും ആ വരുന്ന ആൾക്കാർക്കൊന്നും നടക്കാനുള്ള സൗകര്യങ്ങൾ പോലും അവർ ഒപ്പിച്ചു കൊടുക്കുന്നില്ല. അത്രയും കണ്ട് ക്ഷമ നശിച്ചതിന് ശേഷമാണ് ആ പയ്യൻ അത്രയും കിടന്ന് ഒച്ച വെക്കുന്നത്. അത് നമുക്കൊന്ന് കാണാം. ഈ ആ തിക്കും തിരക്കും ഉണ്ടാക്കുമ്പോഴത്തേക്ക് പ്ലീസ് നടന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും കേൾക്കുന്നില്ല. കുറേ പ്രാവശ്യം പറയുന്നുണ്ട് പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞാൽ പോലീസുകാർ നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇവരാണ് കൂടുതലും കിടന്ന് കാണിക്കുന്നത്. അല്ലാതെ അവിടെ നിൽക്കുന്ന ആൾക്കാരോ ഒന്നുമല്ല. അവരുടെ ഫോണും കൊണ്ട് ഈ ഓൺലൈൻ മീഡിയക്കാരാണ് ഈ കിടന്ന് കാണിച്ചേക്കുന്ന മൊത്തം. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഓൺലൈൻ മീഡിയക്കാരുടെ ശല്യങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് എന്നാണെന്നറിയാം, ഏതെങ്കിലും ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ സൂര്യ TV അങ്ങനെയുള്ള എന്തെങ്കിലും 24 അങ്ങനെ ഏതെങ്കിലും ഒരു ചാനലുകാരുടെ അവരുടെ ആ ഒരു ഇത് മാത്രമേ അവിടെ കാണുള്ളായിരുന്നു. അവരെവിടെയെങ്കിലും ഒതുങ്ങി നിന്ന് അവർക്ക് ആ ഒരു വീഡിയോ എടുക്കുന്ന എല്ലാം കൂടെ ആയിട്ട് അവരിങ്ങനെ എടുത്ത് പോകുമായിരുന്നു പതിവ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അതിനകത്തോട്ട് കയറി ഇവരെ കർമ്മം ചെയ്യുന്നതിൻ്റെ ആ ഒരു ചിതയ്ക്ക് തീ കൊളുത്തുമ്പം ആ തീക്കകത്തോട്ട് കയറ്റി വെച്ച് ഫോൺ എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റി അത്രയും ഇതായിട്ട് നിൽക്കുന്ന കുറേ എണ്ണങ്ങളാണ്. ഒരു മര്യാദ ഇല്ലാതെ ഒരു മനുഷ്യപ്പറ്റും ഇല്ലാതെ കിടന്ന് കാണിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതിപ്പോൾ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഒരുത്തർ അനങ്ങുന്നില്ല. അവരവിടെ നിൽക്കുന്നത് അവരെ മുന്നോട്ട് തള്ളു. നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കണ്ടിട്ടുള്ളവർക്കറിയാം. ഇതിപ്പോൾ കാണിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏതാനും ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടേച്ച് ഈ കൊച്ചു കിടന്ന് ഒച്ച വെക്കുന്ന മാത്രമാണ് കാണിക്കുന്നത്. അപ്പം എന്നിട്ട് ചിലർ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ അസഭ്യം പറയാതെ നിങ്ങൾ ആ വീഡിയോ മൊത്തം ഒന്ന് കാണുക, ഇത് ചെറിയ ഭാഗങ്ങളാണ് ഇടുന്നത് എന്നും പറഞ്ഞ് കുറേ നല്ലവരായ കുറേ മനുഷ്യർ അങ്ങനെയും കമൻറ്റ് ഇടുന്നുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും കാണുന്നില്ല. കുറേ എണ്ണങ്ങൾ ഇതിൽ കൂടുതലും കുറച്ച് രാഷ്ട്രീയപരമായിട്ടും കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഞാൻ രാഷ്ട്രീയം പറയുന്നൊന്നുമില്ല. ഇതിനകത്ത് ഒരു പാർട്ടി ഇപ്പോൾ ഏതെങ്കിലും നമുക്ക് എല്ലാവർക്കും അവർക്ക് ഓരോ പാർട്ടിയുണ്ട് ഇല്ലേ, നമ്മുടെ ഇഷ്ടങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യം മൂത്ത് അവർക്ക് സപ്പോർട്ടായിട്ട് പലതും പറയും. അതെല്ലാവരും ചെയ്യാറുണ്ട്. ഒരു ഇന്ന പാർട്ടി എന്നൊന്നുമില്ല. എല്ലാ പാർട്ടിക്കാരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി നല്ലപോലെ സംസാരിക്കാറുണ്ട് ഇല്ലേ. അതുപോലെ ഒരാൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു ആ മനുഷ്യനെ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു ഇതും വെച്ചാണ് ഇതിനകത്ത് കൂടുതലും നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നത്. അല്ലാതെ ഇത് മലയാളികൾക്ക് അറിയാമല്ലഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അല്ല സത്യങ്ങൾ എന്നാന്നും അറിയാമല്ലഞ്ഞിട്ടല്ല. ആ ഒരു നിമിഷത്തിലെ ഒരു സിറ്റുവേഷൻ അത്രയും ദേഷ്യം വരണമെന്നുണ്ടെങ്കിൽ അതുപോലെ സഹിച്ചതിന് ശേഷമാണ് ഒച്ചയെടുത്തേക്കുന്നത്. ഇതിന് വന്നിരിക്കുന്ന കുറച്ച് കമൻറ്റുകളുണ്ട് കേട്ടോ. ആ കമൻറ്റുകൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതിനകത്ത് വന്നിരിക്കുന്ന കമൻറ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് അടങ്ങ് ചെക്ക, ചടങ്ങ് കഴിയുമ്പോൾ നീ പറയാതെ തന്നെ ആൾക്കാർ പൊക്കോളും, നീ അടിച്ചിറക്കേണ്ട വിവരമില്ലാത്തവൻ. ഇതിൽ ആർക്കാണ് ഇപ്പോൾ വിവരമില്ലാത്തത്? സ്വന്തം അച്ഛൻ്റെ കർമ്മം ചെയ്യാനായിട്ട് അവിടെ സൗകര്യം കൊടുക്കാതെ അവരെ അതുപോലെ ഇട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു പയ്യൻ ഇതുപോലെ കിടന്ന് ദേഷ്യപ്പെട്ടത്. അതിനല്ല അവിടെ വില, ആ ദേഷ്യപ്പെട്ടതിനാണ് പ്രശ്നം. അതുപോലെ തന്നെ വേറൊരു കമൻറ്റ് കേൾക്കണം കേട്ടോ. അതിനേക്കാൾ വലിയ രസം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ദിവസം തന്നെ വേണോ, സിനിമയല്ല അവസാനമായി കാണാൻ വന്നവരാ, നീ സൈഡിലേക്ക് മാറി നിൽക്കട ചെക്ക. എന്നെ വിവരമുണ്ടെന്ന് ഓർക്കണം. സ്വന്തം അച്ഛൻ്റെ ചടങ്ങ് ആ കർമ്മം അവസാനം ചെയ്യാൻ നിൽക്കുന്ന മകനോട് നീ മാറി നിൽക്ക്, ഞങ്ങൾ അവിടെ കയറി കിടന്ന് വിലസാമെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ എന്നാ ചെയ്യണമെന്നറിയാവോ? ഈ ഏത് ഒരു സെലിബ്രിറ്റിയുടെ ഇതുപോലൊരു കാര്യങ്ങൾ വരുമ്പം ഒരു ചുറ്റ് വളഞ്ഞിങ്ങനെ ഒരു വേലിക്കെട്ട് പോലെ കെട്ടിയേക്കണം. അതിനകത്തോട്ട് ഒരുത്തരം കയറ്റരുത്. അത് പൊളിച്ച് കയറാത്ത രീതിയിൽ അതിനകത്ത് നിർത്തിയേക്കണം. ഇവനൊക്കെ ഒരു 5-6 അടി ദൂരെ നിർത്താവുള്ളൂ. ദൂരെ നിർത്തി വേണം ഇവനൊക്കെ എടുക്കാനായിട്ട്. ഇത്രയും നിങ്ങളൊന്ന് ഓർത്ത് കൊടുത്തേക്കുന്നൊക്കെ കാണിച്ചേക്കുന്ന നമുക്ക് കണ്ടിട്ട് നമുക്ക് തന്നെ ഒരു വിഷമം തോന്നി. ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ നമ്മളൊക്കെ അനുഭവിക്കുന്നെങ്കിൽ ഓർത്ത് പോകും. അതുപോലെ കൊടുത്തേക്കുന്ന അച്ഛൻ്റെ അതേ സംസ്കാരം, പിന്നെ നിൻ്റെയൊക്കെ സംസ്കാരം വരുമോ? ജന്മം കൊടുത്തവൻ്റെ സംസ്കാരമേ വരുള്ളൂ മക്കൾക്ക്, അല്ലാതെ വല്ലവൻ്റെയും വരുമോ? ആ പറയുന്നതിൻ്റെയൊക്കെ രീതി, നിനക്ക് നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം അല്ലേ വന്നിരിക്കുന്നത്? അയൽവക്കത്തെ വീട്ടിലെ ചേട്ടൻ്റെ സ്വഭാവമാണോ വന്നിരിക്കുന്നത്? ഒരു മകൻ അച്ഛൻ മരിച്ചു കിടക്കുമ്പം അവിടെ ഒരു കർമ്മം ചെയ്യാൻ പറ്റാത്തതിനൊന്ന് പ്രതികരിച്ചതിന് വന്നിരിക്കുന്ന കമൻറ്റുകളാണ് ഇതൊക്കെ. അച്ഛൻ്റെ കയ്യിൽ നിന്നും പഠിച്ചതാണെന്നും അച്ഛൻ്റെ വിയോഗത്തിൽ മനോനില തെറ്റിയതാകും. കണ്ടോ? ഇതൊക്കെയാണ് മനുഷ്യരുടെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇവരുടെ ഒന്നും പേരോ കാര്യങ്ങളോ ഞാൻ കാണിക്കുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും സംസ്കാരമില്ലാത്ത മനുഷ്യരെ, അതുപോലെ വേറൊക്കെ വന്ന സങ്കടം എന്നത് അവിടെ ഒരു പോലീസുകാരെ നിൽക്കുന്നില്ലേ, അതിലാണ് ചിലർക്ക് സങ്കടം വന്നത്. ആ ഒരു വികാരമൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ആ പോലീസുകാരൻ്റെ മുഖം കണ്ടപ്പോൾ ചെറിയ വിഷമം തോന്നി. കഷ്ടം, ഈ മോൻ ഈ സീൻ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. എനിക്കറിയാമല്ലോ, അപ്പോൾ പോലീസുകാരൻ്റെ അപ്പനാണോ അവിടെ നഷ്ടപ്പെട്ടത്? എനിക്കറിയാമല്ലോ. ചോദിക്കുക, നിങ്ങളൊക്കെ ഇത് എന്നതാണ് ഉദ്ദേശിക്കുന്നത്? ആ പോലീസുകാരൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്രയും നാറിയ മനുഷ്യരാണല്ലോ എന്നായിരിക്കും ആ മനുഷ്യൻ ഒരു നിമിഷം മനസ്സിൽ ചിന്തിച്ചത്.
ആ ഒരു നിമിഷം ആ മനുഷ്യൻ മനസ്സിൽ ചിന്തിച്ചത് ഇത്രയും അറിയാൻ മനുഷ്യനാണല്ലോ എന്നാണ്. ജനങ്ങളെ ഓർത്ത് അദ്ദേഹം നാണത്തോടുകൂടി തല ഉരിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആ പയ്യൻ ഒച്ച വെച്ചതിനല്ല അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ നോക്കിയാണ് കേട്ടോ. വളഞ്ഞ് ഒടിച്ച് ഭയങ്കര കണ്ടുപിടുത്തങ്ങളൊക്കെയാണ്. നീ പോടാ, നിന്നെ കാണാനല്ല ഇത്രയും ജനങ്ങൾ വന്നിട്ട്. ഒരിക്കലും ജനങ്ങളെ അല്ല അവിടുന്ന് ഓടിച്ചു വിട്ടത്. ജനങ്ങളോടല്ല മാറി നിൽക്കാൻ പറയും. ജനങ്ങളൊക്കെ പുറകിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഈ ഓൺലൈൻ മീഡിയക്കാരാണ് അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത്. നിങ്ങൾ നോക്ക്, ഒറ്റ ഫോണില്ലാത്ത ആരെങ്കിലും അതിലുണ്ടോ നോക്ക്. ഇത് കഴിഞ്ഞ് രമേശ് പിഷാരടി ഇവിടെ ഒന്ന് പറയുന്നുണ്ട്. അതും ഇവരെല്ലാം പറയുന്നുണ്ട്, പക്ഷെ ഇതൊന്നും ഇവർക്ക് ബാധകമല്ലെന്നുള്ളതാണ്. തിരിച്ചു വട്ടം കൂടരുത് കേട്ടോ പ്ലീസ്. കുടുംബക്കാരെ ചെയ്തോട്ടെ, വേണ്ടത് ചെയ്തോട്ടെ. ഇതൊക്കെ പറയിപ്പിച്ചിട്ടല്ലേ അവർക്ക് ആ സൈഡിൽ അവർക്ക് അതിനുള്ള സൗകര്യം. ഇവർ എടുത്തോട്ടെ വീഡിയോ, പക്ഷെ ഇവർക്ക് അവർക്കുള്ള ആ ഫാമിലിക്കുള്ള ഒരു സ്പേസ് കൊടുത്തതിന് ശേഷം ഇവർക്ക് നിന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിനേക്കാൾ വലിയ രസം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി വരുമ്പോഴത്തേക്ക് ഒരുത്തൻ ഷോൾ ഇടുന്നുണ്ട്. ഈ ആൾ തന്നെയാണോ വേറൊരു ഇതുകൊണ്ടെന്ന് എനിക്ക് സംശയമാണ് കേട്ടോ, ഉറപ്പല്ല, സംശയം. നമുക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കാണാം. എന്നാൽ പിന്നെ വലിയൊരു മാല കൊണ്ടുവരത്തില്ലായിരുന്നു, മാല ഇട്ടങ്ങ് സ്വീകരിക്കത്തില്ലായിരുന്നു. അദ്ദേഹം അത് കൈ തട്ടി മാറ്റി. അതിന് വന്നിരിക്കുന്ന കമൻറ്റുകൾ കേൾക്കണം. പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്, നീ കൊണ്ടിടണം, ഞാനപ്പോൾ തട്ടി മാറ്റും, പറഞ്ഞ് ചെയ്യിപ്പിച്ചതെന്നാൽ. ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, ഇതുപോലുള്ള വിവരം കെട്ട കുറേ മനുഷ്യർ ഇതിനകത്തുണ്ട്. ചിലപ്പം ഇതിപ്പം ഒരു ഏത് പാർട്ടി ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ്, BJP, കോൺഗ്രസ്, ഏത് പാർട്ടി ആയിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾ പോലും ആയിരിക്കില്ല ഈ പണി കാണിച്ചുകൊണ്ട് വരുന്നത്. കിട്ടുന്ന അവസരം മുതലാക്കുന്ന രീതിക്കാണ് കിടന്ന് കാണിച്ചേക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ നോക്കണം, ഇവർ രണ്ടുപേരും ദിലീപും രാഹുൽ മാങ്കൂട്ടം കൂടെ നിൽക്കുന്നൊരു ഇതുണ്ട്. അവരുടെ വണ്ടി വരാൻ വേണ്ടി അവർ നോക്കി നിൽക്കുകയാണ്. മഴയാണ്, അതിൻ്റെ ഇടയ്ക്ക് വന്നിച്ച് കിടന്ന് കാണിക്കുന്ന കോലങ്ങൾ കാണണം. അവർക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അവർക്ക് ആ ഒരു നിസ്സഹായ അവസ്ഥ. ദിലീപ് എന്നൊക്കെ പറഞ്ഞാൽ ഈ സലീംകുമാറുമായിട്ട് ഭയങ്കരമായിട്ട് അടുപ്പമുള്ളതാണ്. ഇവർ തന്നെയല്ലേ നാദിഷ, ഇങ്ങനെ ഇവരൊക്കെ ഒരു ടീമാണ്. മറ്റ് കലാപണിച്ചാണ്ടുണ്ടായിരുന്ന സമയത്ത് ഇവരൊക്കെ ഇങ്ങനെ ഒരു ടീമായിട്ട് നടന്നവരാണ്. ഇവരൊക്കെ ഭയങ്കര കൂട്ടായിട്ട് നടന്നവരാണ്. ഏത് കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടപ്പുറപ്പുകളെ പോലെ നടന്നവരാണ്. അതുപോലെ നടന്നതെന്നാണ് ഒരാൾ നഷ്ടപ്പെട്ടു പോയേക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, നമുക്ക് അടുപ്പമുള്ള ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴത്തേക്കുണ്ടാകുന്ന വിഷമം അനുഭവിച്ചിട്ടുള്ള ഒരാളെങ്കിലും കാണും ഈ വീഡിയോ കാണുന്നതിൽ, ഒറ്റ ഒരാളെങ്കിലും കാണും. അപ്പോൾ നമുക്കറിയാം ആ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളതറിയാം. അത് പരിഗണിക്കാതെ ഇതിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നോക്കുകയാണെങ്കിൽ ആ ഒരാളാണോ ഇതെന്ന് എൻ്റെ ഒരു സംശയമാണ്, എനിക്ക് ഉറപ്പില്ല കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ ആ സലീംകുമാർ എന്ന് പറഞ്ഞ ആ ഒരു കലാകാരൻ്റെ ആ ഒരു നിമിഷം, അവസാനം ഒരു നിമിഷം ആ മുഖം ഒന്ന് കാണാൻ വന്ന ആരെങ്കിലും ഉണ്ടോ ആ കൂടെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? ആ കൂടെ നിൽക്കുന്നതിൽ ആരെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? ചിരിച്ച് അവരുടെ ഫോട്ടോ എടുക്കണം, അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം. അവർക്കൊന്നും മിണ്ടാൻ മേലാത്ത അവസ്ഥയാണ്. അവരെന്നതെങ്കിലും ഒന്ന് പ്രതികരിച്ച് പോലെ പിന്നെ സോഷ്യൽ മീഡിയ വരുന്ന കാര്യം എന്നറിയാം, അവൻ്റെ കൂടെ ഒന്ന് ഈ കാര്യത്തിനായിരിക്കില്ല ഈ ഒരു വീഡിയോ കട്ട് ചെയ്ത് സെപ്പറേറ്റ് മാറ്റിയിട്ടേച്ച് തട്ടി മാറ്റിയത് മാത്രം കാണിച്ചുകൊണ്ട് അതിനെതിരെ ആയിരിക്കും പിന്നെ ഓരോ കമൻറ്റുകളും കാര്യങ്ങളും പോസ്റ്റുകളും വരുന്നത്. ഓരോ പോസ്റ്റുകൾ അന്നേരം അങ്ങനെയായിരിക്കും വരുന്നത്. ഒരാൾ ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവനൊക്കെ വളർന്നു വന്നത് ഞങ്ങളൊക്കെ വളർത്തിക്കൊണ്ട് വന്നിട്ടല്ലേ, ഞങ്ങളെപ്പോലെ ഉള്ളവരൊക്കെ ഇവൻ്റെയൊക്കെ സിനിമ കണ്ടില്ലെങ്കിൽ ഇവനൊക്കെ എന്നാ ചെയ്യും, ഇങ്ങനെയുള്ള 100 കാര്യങ്ങളായിരിക്കും വരുന്നത്. ഒരു മനുഷ്യൻ ഏത് പാർട്ടി ആയിക്കോട്ടെ, കലാകാരനായിക്കോട്ടെ, എന്നതുമായിക്കോട്ടെ, ഇങ്ങനൊരു സിറ്റുവേഷന് വരുമ്പോഴത്തേക്ക് അവരെ ആ ഒരു നിമിഷം അവരെ ഒന്ന് മനസ്സിലാക്കാൻ കാണിക്കുന്ന ഒരു മര്യാദയെങ്കിലും ഈ ഓഡിയൻസ് കാണിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ. ഇതെല്ലാം നടക്കുമ്പം ഇതുപോലുള്ള കമൻറ്റുകൾ ഇത് ഓരോന്നും ചെറിയ ചെറിയ കാര്യങ്ങളാക്കി എടുത്ത് കട്ട് ചെയ്ത് ഓരോ സ്ഥലത്താണ്. ഞാൻ ആദ്യം ഫേസ്ബുക്കിലാണ് കണ്ട് ഈ പയ്യൻ കിടന്ന് ഒച്ച വെക്കുന്ന ദേഷ്യപ്പെടുന്നത്. അത് ആർക്ക് കണ്ടാലും മനസ്സിലാകും അത് എന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ വീഡിയോസ് എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഇൻസ്റ്റയിലാണ്, ഫേസ്ബുക്കിലാണ്, യൂട്യൂബിലാണ്, എല്ലാ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ആ സിറ്റുവേഷനെ നമുക്ക് ഒരുപാടവർക്കൊക്കെ അറിയാം. ഇത് അറിഞ്ഞാലും ചില ആൾക്കാർ കമൻറ്റ് ഇടുന്നവരുണ്ട് കേട്ടോ. അത് അറിഞ്ഞിട്ടും കമൻറ്റ് ഇടുന്നുണ്ട്. ഇന്നലെ അദ്ദേഹത്തിന് സീരിയസ് ആണ്, വെന്റിലേറ്ററിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വന്ന കുറേ കമൻറ്റുകളുണ്ട്. അതിൻ്റെ താഴെ അത് പറഞ്ഞത് രാഷ്ട്രീയമാണ്. അതിലുടനെ ഒരു മനുഷ്യൻ മരണത്തോട് മല്ലടിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വരുന്നൊരു രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാവർക്കും അവരവരുടെ പാർട്ടിയുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞുതരാൻ, എല്ലാവർക്കും അവരവരുടെ പാർട്ടിയുണ്ട്. അവർ തെറ്റ് ചെയ്താലും നമ്മൾ ആ പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്ന കുറേ അന്ധമായിട്ട് പാർട്ടിയെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇല്ലേ? നിങ്ങൾ പലരും ഉണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സിലുണ്ട്. അവർ എന്തെങ്കിലും ഒരു തെറ്റ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അവരെ അന്ധമായിട്ട് സ്നേഹിക്കുന്നവർ അവർക്ക് സൈഡ് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ. അത് തന്നെയാണ് BJPയിലുള്ളതും. നമുക്ക് പുറത്തു നോക്കുന്ന ഈ പാർട്ടിയിൽ ഒന്നുമില്ലാത്തവർക്ക് ഈ 3 പാർട്ടിക്കാരുടെയും കയ്യിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു പാർട്ടിയിലും ഇല്ലാത്തവർക്ക്, ഒരു പാർട്ടിയും നോക്കാതെ എല്ലാ പാർട്ടിയും എനിക്ക് ഒരുപോലെ എന്ന് പറയുന്നവർക്ക് ഈ 3 പാർട്ടിക്കകത്തുനിന്ന് കുറ്റങ്ങൾ ഇഷ്ടം പോലെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറയുന്നല്ലേ. ഒരു പാർട്ടിക്കകത്ത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളുടെ മുൻ മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹത്തെ ഓരോരുത്തരും വിമർശിക്കുമ്പം അതിനെതിരെ നമ്മൾ
പ്രതികരിക്കാറില്ലേ? അത് ശരിയോ തെറ്റോ എന്നത് വായിക്കോട്ടെ, നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ പറയുമ്പോഴത്തേക്കും നമ്മൾ പ്രതികരിക്കും എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഈ സലീംകുമാർ എന്ന് പറഞ്ഞൊരു നടൻ ഒരു രാഷ്ട്രീയപരമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അവിടോട്ട് വന്നത് തീരെ വയ്യാതാണ്, എന്നിട്ടും അത് കാണാൻ വേണ്ടി വന്നൊരു വ്യക്തിയാണ്. അത്രയും അവരുടെ ഫാമിലിയായിട്ട് എത്രമാത്രം അദ്ദേഹത്തിന് അടുപ്പമുണ്ടെന്നുള്ളത് നമുക്ക് ഇതിനകത്തെ വീഡിയോ കാണുമ്പോൾ പറയാം. വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു കാണും. അവരുടെ അടുത്ത് നിന്ന് ആശ്വസിപ്പിക്കുമ്പോൾ അത്രയും ഒരു അടുപ്പമുള്ളത് കൊണ്ടാണ് അവർ ആ കയ്യെ മുറുകെ പിടിച്ച് അവർക്ക് അവരുടെ സംസാരിക്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും മനസ്സിലാക്കാത്ത കുറേ പാർട്ടിയും കാര്യങ്ങളും പിന്നെ കുറേ വിവരം കേട്ട കുറേ കമൻറ്റ് ഇടയിലും കൂടെ ഇതിപ്പോൾ പറയുമ്പോൾ എന്നേലൊക്കെ പറയാൻ പറ്റും, എനിക്കറിയാം. നിനക്ക് മാത്രമുള്ള വിവരം, ബാക്കിയുള്ളവർക്ക് എനിക്ക് വിവരം ഉണ്ടെന്നല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഞാൻ വലിയ ബുദ്ധിമതിയാണ്, നിങ്ങളെല്ലാം മോശക്കാരൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ട്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ വീട്ടിലൊരു കാര്യം നടക്കുന്നു, അവിടെ ആരെങ്കിലും ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു മരണം നടക്കുന്നു, നമുക്ക് ഏറ്റവും അടുത്ത് അടുപ്പമുള്ള നമുക്ക് അതുപോലെ വേണ്ടപ്പെട്ട ഒരാളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ആ ഒരു നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് പ്രായമാകുന്നതിന് മുമ്പേ, ഇപ്പോൾ ഈ സലീംകുമാറിന് 56 വയസ്സേ ഉള്ളെന്ന് പറയുന്നു. ഈ 56 വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പലരും ആരോഗ്യമായിട്ട് നടക്കുന്നൊരു പ്രായമാണത്, നല്ല ആരോഗ്യത്തോടെ നടക്കുന്നൊരു പ്രായമാണത്. പ്രത്യേകിച്ച് ആണുങ്ങൾ, സ്ത്രീകളെ ഉള്ളൂ പിന്നെയും ആ ഒരു പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി അവസ്ഥ തോന്നുന്നത്. ആണുങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ആരോഗ്യത്തോടെ നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആ ഒരു ഏജിലാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു മരണം, ഇപ്പോൾ അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഓരോ ദിവസം നമ്മുടെ കൂടെ കാണുമെന്ന് പ്രതീക്ഷയല്ലേ നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തർക്കും. അസുഖമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങനെയല്ലേ കരുതുന്നത്. അവർ പെട്ടെന്ന് നമ്മളെ വിട്ടു പോകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര വിഷമമുള്ള സമയത്ത് അവിടെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി വരുവാന്നിരിക്കട്ടെ, നമ്മളെ പരിചയമുള്ളായിക്കോട്ടെ, അവർ വരുമ്പോഴത്തേക്ക് ഈ നാട്ടുകാരെല്ലാം ഈ പണി കാണിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സന്തോഷം തോന്നുമോ അതോ ദേഷ്യം വരുമോ? നിങ്ങളത് ആസ്വദിക്കും. എൻ്റെ അച്ഛൻ മരിച്ചു, അല്ലെങ്കിൽ എൻ്റെ അമ്മ മരിച്ചു, അല്ലെങ്കിൽ എൻ്റെ കൂടപ്പുറപ്പ് മരിച്ചു, ഒരു സെലിബ്രിറ്റി വന്ന് നാട്ടുകാരെല്ലാം ചിരിച്ചുകൊണ്ടൊന്ന് ഫോട്ടോ എടുക്കുന്നു പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. എനിക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല, എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നും. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മളൊരു മരണ വീട്ടിൽ പോകുന്നത് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനാണ് പോകുന്നത്, അല്ലാതെ അവിടെ ആഘോഷിക്കാൻ പോകുന്നതല്ല. നമുക്കൊരു കല്യാണം നമ്മളെ വിളിക്കണം, ബാക്കി എന്നെ ആഘോഷങ്ങൾ നമ്മുടെ വീട്ടിൽ വെച്ചാൽ നമ്മളൊരാൾ വിളിക്കാൻ നമുക്കൊന്ന് കയറാൻ പറ്റത്തില്ല. പക്ഷേ ഒരു മരണമെന്ന് പറഞ്ഞാൽ നമ്മളെ ആരും വിളിക്കണ്ട, നമ്മൾ അവിടെ ചെന്നാൽ ആരും ചോദിക്കത്തില്ല, നിന്നെ ആരും ക്ഷണിച്ചിട്ടാണോ വന്നതെന്ന് ആരും ചോദിക്കുകയില്ല. ഒരു മരണം അറിഞ്ഞ് നമ്മളവിടെ ചെന്ന് നമുക്ക് ആർക്കും അടച്ചില്ല, അത് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ ചെല്ലുന്നതാണ്. അതിന് കാണിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിലേറെ കമൻറ്റും കാര്യങ്ങളും ഒരുപാട് മോശമായിട്ട് തോന്നിയിട്ട് ഒത്തിരി. അച്ഛൻ്റെ കർമ്മം ചെയ്യാൻ നിൽക്കുന്ന മോനോട് മാറി നിൽക്കി, ഞങ്ങൾ കാണട്ടെ എന്ന് പറയുന്ന വിവരം കെട്ട മനുഷ്യരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇതൊക്കെ ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ആരെന്നാ പറഞ്ഞാലും നമ്മളൊരു കലാകാരനാണ്, സെലിബ്രിറ്റിയാണ്, നമുക്ക് ഇഷ്ടമാണ്, എല്ലാമാണ്. അതിനവിടെ കാണാനുള്ള സൗകര്യം വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ കാണുക, ബാക്കി അവർക്ക് ആ ചടങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടത്, അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് മാറിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് മീഡിയക്കാരാണെങ്കിലും എല്ലാം അവർക്ക് അതിനുള്ള ആ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ആ കലാകാരനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. എന്നാണെങ്കിലും ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നല്ല ഒരിക്കലും. കാര്യം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇദ്ദേഹം പോയെന്ന് കേട്ടപ്പോൾ, ഒത്തിരി വിഷമം തോന്നി കേട്ടോ. കാര്യം ഓരോരുത്തർ ഇങ്ങനെ വിട്ട് പോവുകയാണല്ലോ ഈ ലോകത്തു നിന്ന് ഓർത്ത്. ആ കൂടെ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ വിട്ടുപോയ പല ആർട്ടിസ്റ്റുകളെയും വെച്ച് ഇങ്ങനെ വീഡിയോസിലും അതുകൂടെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ഉള്ളിൽ എന്തോ ഒരു ഭയങ്കര നമ്മളെയൊക്കെ ഒരുപാട് വേഷങ്ങളിലൂടെ നമ്മളെ കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്തവരാണല്ലോ ഇവരെന്ന് ഓർക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. ആ ഒരു ഇത് നമ്മൾ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള കമൻറ്റുകളും കാണുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ പോയിട്ടുണ്ട്, ഒത്തിരി പേര് പോയിട്ടുണ്ട്. അവർക്കൊക്കെ പകരം വെക്കാൻ ആരെയും നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ ഇപ്പോൾ അങ്ങനെയുള്ള കഥകൾ ഇറങ്ങുന്നില്ല, സിനിമ നല്ല കഥകളോട്ട് ഇറങ്ങുന്നുമില്ല. എന്നതിലൊക്കെ കുറേ കൊച്ചു പിള്ളേരൊക്കെ കൂടി എന്നിലൊക്കെ കാണിച്ചു വെക്കുന്ന അങ്ങനെ ഒരു കഥ പോലെ അങ്ങ് പോകുന്നതേ ഉള്ളൂ. പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ കഥകളൊക്കെ ഇന്നും മനസ്സിൽ നിന്ന് പോകാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഈ പുതിയ തലമുറയിലെ കുട്ടികളുമുണ്ട്. ഒരുപാട് സിനിമകൾ. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അവർക്കൊക്കെ പകരം വെക്കാനായിട്ട് ഒരാളില്ല. അതുപോലെ നമ്മൾ അവരെയൊക്കെ ഇഷ്ടപ്പെട്ടതാണ്. അദ്ദേഹം മാത്രമല്ല, ഒരുപാട് കലാകാരന്മാർ, നമ്മളെ വിട്ടുപോയ ഒരുപാട് കലാകാരന്മാർ. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ചെങ്കിലും ഒരു വിവേകത്തോടു കൂടി പെരുമാറുക. നമ്മൾ ഒരാൾ അതിൽ നിന്നൊന്ന് നിയന്ത്രിക്കാൻ നോക്കിയാൽ അവിടെ നിൽക്കുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ കിട്ടും. അതുപോലെ ഒരാൾ ചെയ്യുമ്പോൾ അത് കണ്ട് അടുത്തയാളും ചെയ്ത് അങ്ങനെ പലരായി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാം, അവർക്ക് അവരുടെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. എന്നാണെങ്കിലും ഇത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ ഈ കമൻറ്റും കാര്യങ്ങളും ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് പ്രതികരിച്ച് പോയതാണ്. ഇനി ഇത് ഇഷ്ടപ്പെടാത്തൊരു പലരും കാണും, നമ്മളിത് പറയുമ്പോഴത്തേക്ക് ഇതിനെതിരെ പറയുന്നൊരു പലരും കാണും. ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഈ കാര്യങ്ങൾ എത്ര എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.